നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 509 509. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 509. ശ്രീകൃഷ്ണ ലീലാകാന്ഡം എന്നുള്ള പങ്ക്തിയിൽ 4-ാം സർഗം ദേവകി ഗർഭവർണ്ണനം, കംസൻ്റെ ഭയപ്പാട്, ബ്രഹ്മാദിസ്തുതി എന്നുള്ള ഭാഗത്താണ് ഇപ്പോൾ കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ എപ്പിസോഡിൽ 29-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു 10-15 ശ്ലോകം, 20-30 മുതൽ 15 ശ്ലോകം ഭഗവാനെ ബ്രഹ്മാദികൾ സ്തുതിക്കാം. അത് ഇന്നലെ ഞാൻ അവിടെ നിർത്താൻ കാരണം അത് തുടങ്ങിയ പിന്നെ അത് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ അത് രസമില്ലാത്ത ഏർപ്പാടാവും. അപ്പോൾ ആ ഭഗവാനെ സ്തുതിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ തറയ്ക്കട്ടെ, അവിടെ സ്ഥിരമായിട്ടുണ്ടാവണം ഈ സ്തുതി. എന്താ പറയണത്? അപ്പോൾ 29-ാമത്തെ ശ്ലോകം എന്തായിരുന്നു എന്ന് പറഞ്ഞില്ലല്ലോ, കണക്ടിവിറ്റിക്ക് വേണ്ടി. വിനീതരായി ഒതുങ്ങിക്കൊണ്ട് എത്രയും മെല്ലെ മെല്ലവേ വാഴ്ത്തി സ്തുതിച്ചാറിയ വണ്ണം അമ്പെഴും വസുദേവനെ. അവിടെ അമ്പെഴും എന്ന് പറഞ്ഞാൽ ശരം പിടിച്ചിട്ടെന്നല്ല കേട്ടോ, സ്നേഹം കൊണ്ട്. മലയാളം കുറച്ച് പരിജ്ഞാനം ഉണ്ടെങ്കിൽ ഇത് വളരെയധികം ഹൃദ്യസ്ഥാവും. അമ്പെഴും വാസുദേവനെ. ഇനി 30-ാമത്തെ സ്തുതി തുടങ്ങണം. കഴൽ താരാശ്രയിപ്പോരേ കനിവാലെന്നും ഈ വിധം കാത്തുകൊണ്ടേ വിളങ്ങിടും കമലേക്ഷണ കൈതൊഴാം. എന്ത് രസകരമായിട്ടുള്ള ഒരു ശ്ലോക. നമ്മൾക്ക് അതിൻ്റെ ഒരു 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 തരി നമ്മുടെ മനസ്സിൽ പതിഞ്ഞു വിചാരിക്കുക, അത് ആളിക്കത്തും. ഇപ്പം നമുക്ക് പ്രശ്നം എന്താ? ഭക്തി ആളിക്കത്തുന്നില്ല. എല്ലാ ലൗകിക വാസനകളെയും ഇല്ലായ്മ ചെയ്യാൻ ഭക്തിക്ക് മാത്രമേ സാധിക്കുള്ളൂ. കാരണം നമുക്ക് പ്രായം കൂടണോ, അല്ലെങ്കിൽ ഇതിന് 4 ദിവസം മുമ്പേ ഞാൻ പറയുണ്ടായി, വൃദ്ധത പ്രാപിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിവൃദ്ധി പ്രാപിക്കുക എന്നർത്ഥം. എന്തായിരിക്കണം അഭിവൃദ്ധി? ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. മനസ്സിൽ അതായിരിക്കണം. ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും ശാന്തിയിൽ ഇരിക്കാൻ സാധിക്കണം. എല്ലാവർക്കും സൗഖ്യം ഉണ്ടായിരിക്കണം, ആനന്ദം ഉണ്ടായിരിക്കണം. അതിനെന്തേ വഴിയുള്ളൂ? ഈശ്വരാരാധന. സദാസേവ്യ സദാസേവ്യ. അപ്പോൾ കടൽ താരണ ആശ്രയെ പോരെ, ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുന്നവരെ കനിവാൽ എന്നും ഈ വിധം. കനിവാൽ എന്നും, ആൾവേസ്. നോ പാസ്റ്റ്, നോ പ്രസൻറ്റ്, നോ ഫ്യൂച്ചർ. ആൾവേസ്, എല്ലായ്പ്പോഴും. പിന്നെയോ കാത്തുകൊണ്ടേ വിളങ്ങിയിടും. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസാണ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ. അല്ലെങ്കിൽ വർത്തമാനകാലത്തിൽ എപ്പോഴും നമ്മളെ കാത്തു രക്ഷിക്കാൻ വെമ്പൽ കൊള്ളുന്ന ആളാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാനെ സ്മരിക്കാതെ കണ്ട് ഒരു കാര്യം ചെയ്യണ്ട. ഇപ്പം ലൗകികത്തിൽ പല കാര്യങ്ങളും നമ്മൾ ആ സമയത്ത് എങ്ങനെ ഈശ്വരനെ ധ്യാനിക്കാൻ ചിലവർ പൊട്ടച്ചോദ്യം ചോദിക്കും. ഈശ്വരൻ്റെ കരുണയില്ലാതെ കണ്ട് നമ്മൾക്ക് ഒരു ആക്ഷനും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഇവിടെ എന്താ പറഞ്ഞത്? കാത്തുകൊണ്ടേ വിളങ്ങിടും കമലേക്ഷണ താമരക്കണ്ണ താമരതള നയന കൈതൊഴാം. കേവലം തോന്നലായി മേവും പ്രപഞ്ചം ഇതിനൊക്കെയും
കേവലം തോന്നലായി തോമേവും പ്രപഞ്ചം ഇതിനൊക്കെയും സത്യത്വം നൽകി മിന്നീടും സച്ചിദാനന്ദകന്ധമേ. സച്ചിദാനന്ദകന്ധമേ, അവിടെ കന്ധം എന്നുള്ളതിന് ഘനശ്യാമം എന്നുള്ള അർത്ഥം പറയാം. അതായത് സോളിഡ് പീസാണ്. ഈശ്വരൻ ഒരു സോളിഡ് പീസ്. എന്തിൻ്റെ? പ്രേമത്തിൻ്റെ. അത്യത്ഭുതങ്ങളാകുന്ന പ്രേമസ്വരൂപനാണ്, ജ്ഞാനസ്വരൂപനാണ്. കേവലം തോന്നലായി മേവും. നോക്കൂ, ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്. അതിലൊരു ഭാഗത്ത് നിർമ്മലാനന്ദഗിരി മഹാരാജാവ് അടക്കം പറയുണ്ടായി, ഈ വിവാഹത്തിന് മുമ്പ് ആൾക്കാർ എന്തൊക്കെയോ ചില ധാരണകൾ ഉണ്ടാവും അവർക്ക്. പക്ഷേ ഡ്യൂ ടു സം റീസൺ, ഡ്യൂ ടു അൺഫോർസീൻ സർക്കംസ്റ്റാൻസസ്, പെട്ടെന്ന് ഒരാൾക്ക് ഒരു 102, 103 പനി വന്നു വിചാരിക്കുക. എത്ര മാസം, എത്ര ദിവസം ഏതൊരു തോന്നലിൻ്റെ വലയത്തിൽ നമ്മൾ മുങ്ങിത്താഴുന്നുണ്ടോ അതൊക്കെ അസ്തമിച്ചു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തിനും ഏതിനും മാറ്റി മറയ്ക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ചൈതന്യത്തിനുണ്ട്. ആരുടെ ചൈതന്യത്തിന്? നമ്മുടെ ഒക്കെ സർവജീവഗുഹാശയ, എല്ലാ ജീവജാലങ്ങളുടെയും എന്താണ് പറയുക, സത്താമാത്രനായിരിക്കുന്ന, അന്തര്യാമിയായിക്കൊണ്ടിരിക്കുന്ന, വാഴുന്ന ആ ചൈതന്യത്തിന്. അപ്പോൾ കേവലം തോന്നലാണിതൊക്കെ. സുഖമാണെന്ന് തോന്നുകയാണ്, പക്ഷേ ആനന്ദം അങ്ങനെയല്ല. ആനന്ദം തോന്നലല്ല, അതൊരു അനുഭവമാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? സദാസേവ്യ സദാസേവ്യ, എപ്പോഴും സ്മരണ നിലനിർത്തിക്കൊണ്ടുള്ള ജീവിതം ആനന്ദമാണ്. ഇപ്പോൾ ചിലവർ 90, 83, 84 ആയിട്ട് ഇങ്ങനെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് കുട്ടികൾ വന്ന് ചോദിക്കുകയാണ്, എന്താ അച്ഛാ എങ്ങനെയുണ്ട്? എനിക്കിപ്പോൾ നല്ല സമാധാനമുണ്ട്. എന്താ കാരണം? കാണേണ്ടവരെ കണ്ടു, മക്കളെ കണ്ടു എന്നാ അല്ലേ? ശരീരത്തിൻ്റെ പീഡല്ല പറയണത്. എനിക്കിപ്പോൾ സാവകാശമുണ്ട്, ഇനിയിപ്പോൾ ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ പറയും ആൾക്കാർ. നേരെ മറിച്ച് അവരവരിഷ്ടപ്പെടുന്ന മക്കൾ വരാൻ കാത്തിരിക്കുന്നൊരു സന്ദർഭം. എന്താ നിങ്ങൾക്ക് ശരീരത്തിന് വല്ല വിഷമമുണ്ടോ? എന്താ ഇപ്പോൾ ചെയ്യുക? എനിക്ക് കാണാനുള്ള യോഗം ഉണ്ടാവില്ലേ എന്നൊക്കെ ആൾക്കാർ പറയും. അതാണ് പറഞ്ഞത്, കേവലം തോന്നലായ്മേവും പ്രപഞ്ചം ഇതിനൊക്കെയും സത്യത്വം നൽകി മിന്നീടും. ഈ കാണപ്പെടുന്ന മിഥ്യയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തെ സത്യമാക്കി നമ്മുടെ മുമ്പിൽ മിന്നിക്കും. ആരെ? സർവേശ്വരൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സർവേശ്വരൻ്റെ പാതാരവിന്ദത്തെ അള്ളിപ്പിടിക്കാമെന്നല്ലാതെ കണ്ട് മിന്നിച്ച് കാണിച്ചു തരുന്ന ലൗകികതയിൽ നമ്മൾ വീഴാതിരുന്നാൽ മതി. അതുകൊണ്ടാണ് സത്യത്വം നൽകി മിന്നീടും സച്ചിദാനന്ദകന്ധമേ. ഈ കാണും വിശ്വവൃക്ഷത്തിൻ വിത്തും വേരും ഫലം രസം ഇലയും തളിരും നീയല്ലാതൊന്നല്ല മഹാപ്രഭോ. അതായത് ലോകമുണ്ട് എന്ന് തോന്നിക്കുന്നതും ലോകമില്ലാന്ന് തോന്നിക്കുന്നതും ചൈതന്യമാണ്. എന്താ അങ്ങനെ തോന്നിക്കാൻ കാരണം? നമ്മൾ എന്തിനാണ് ലൈക്ക്? നമ്മുടെ കർമ്മപദ്ധതി എന്തായിരുന്നു? നമ്മുടെ മനസ്സിലുള്ള വിചാരധാരകൾ എന്താണ്? അത് അറിയുന്ന ആൾ ശ്രീലകത്തല്ല, പിന്നെയോ അവരവരുടെ ഹൃദയകമലത്തിലാണ്. ഇത് നമ്മൾ സമ്മതിക്കാണ്ട് നിവർത്തിയില്ല. അതായത് ഭഗവാൻ അരമന മാളികയിലും ചറ്റക്കുടിലും വാഴണു. എന്താ കാരണം? അവിടെയുള്ള ജീവജാലങ്ങളിലൊക്കെ, അതായത് പ്രഹ്ലാദൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അരമനകളിലുള്ള തൂണിലും ഭഗവാനുണ്ട്, ചറ്റക്കുടിലുള്ള തുരുമ്പിലും ഭഗവാനുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ചെതലരിച്ചു കൊണ്ടിരിക്കുന്ന തൂണിലും ഭഗവാനുണ്ട്. ചെതൽ എത്ര ജീവികളാവുന്നില്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പം ഇതൊക്കെ എത്രത്തോളം നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു അത്രത്തോളം നമ്മൾക്ക് ഉയരാൻ സാധിക്കും. ഉയരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? സാമ്പത്തികമായിട്ടല്ല. എന്നാൽ ശരിയായ സമ്പത്ത് എന്താ? അറിവ് എന്നുള്ള മാധ്യമത്തിൽ നമ്മൾ ഉയർന്നാൽ നമ്മൾക്ക് തന്നെ തോന്നും നമ്മൾ എലിവേറ്റഡ് ആണ് എന്നുള്ളത്. അത് അഹങ്കാരം കൊണ്ടല്ല, വിനയം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇക്കാണും വിശ്വവൃക്ഷത്തിൻ വിത്തും വേരും ഫലം രസം ഇലയും തളിരും നീയല്ലാതൊന്നല്ല മഹാപ്രഭോ. ധർമ്മം ക്ഷയിച്ചിടുമ്പോഴും അധർമ്മം പൊങ്ങിടുമ്പോഴും
ധർമ്മം ക്ഷയിച്ചിടുമ്പോഴും അധർമ്മം പൊങ്ങിടുമ്പോഴും സാധുക്കൾ മാഴ്കിടുമ്പോഴും അമ്പാർന്നവതരിപ്പൂ നീ. ഭഗവാൻ നിരാകാരനാണെങ്കിലും സകാരനായിട്ട് അവതരിക്കുന്നത് എപ്പോഴൊക്കെയാന്ന് പറയുണ്ടായി. എന്താ? ധർമ്മം ക്ഷയിച്ചിടുമ്പോഴും അധർമ്മം പൊങ്ങിടുമ്പോഴും സാധുക്കൾ മാഴ്കിടുമ്പോഴും. സാധുക്കൾ സാത്വിക ഗുണനിധികളെ ഒരു പരിധി വിട്ട് ദുഃഖിക്കുമ്പോൾ ഭഗവാൻ അവതരിക്കും. അങ്ങനെയാണ്. 5 കള്ളിയിലും മുട്ടി ഇനി രക്ഷയില്ല എന്ന് പറയുമ്പോൾ ഭഗവാൻ നമ്മുടെ മുമ്പിൽ നമ്മുടെ വ്യഥകളെ ഇല്ലാതെ കണ്ടാക്കാൻ താല്പര്യമുള്ള ഒരാളെ കൊണ്ട് നിർത്തും. അതാണ് സത്യം. അപ്പോൾ ധർമ്മം ക്ഷയിച്ചിടുമ്പോഴും അധർമ്മം പൊങ്ങിടുമ്പോഴും സാധുക്കൾ മാഴ്കിടുമ്പോഴും അമ്പാർന്നവതരിപ്പൂ നീ. പൂർണ്ണാവതാരം ഇത് നീ കൈക്കൊണ്ടിടായിൽ എങ്ങനെ മർത്യാത്മാവാസ്വദിച്ചിടും ബ്രഹ്മസൗന്ദര്യമിത്രയും. എനിക്കറിയില്ല ഇതിനെങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങളെങ്ങനെ ഇതിനെ എടുക്കുക എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ ദൗത്യം പരമാവധി നല്ല നിലയിൽ എക്സിക്യൂട്ട് ചെയ്യാം. എങ്ങനെയാ? പൂർണ്ണാവതാരം ഇത്, കൃഷ്ണാവതാരം എന്ന് പറഞ്ഞാൽ പൂർണ്ണാവതാരം ഇത് നീ കൈക്കൊണ്ടിടാകിൽ. അങ്ങ് ഈ പൂർണ്ണാവതാരം ഇപ്പോൾ കൈകൊണ്ടിട്ടില്ലെങ്കിൽ എങ്ങനെ മനുഷ്യന്മാരായിരിക്കുന്ന യദുകുലത്തിലെ ഓരോ ഗോപന്മാരും ഗോപസ്ത്രീകളും, അങ്ങനെ പറയാം, ഓരോ പശുക്കളും ഓരോ പശുക്കിടാങ്ങളും കൈക്കൊണ്ടിടാകിൽ എങ്ങനെ മർത്യാത്മാവാസ്വദിച്ചിടും. എന്തിന്? ബ്രഹ്മസൗന്ദര്യം ഇത്രയും. ഈ ശ്രീകൃഷ്ണൻ്റെ കാർമേഘ സദൃശമായ ഉടല് അല്ലേ? 1000 സൂര്യന്മാർ ഒപ്പം ഉദിച്ച കൂട്ടത്തിലുള്ള കിരീടം, ഭഗവാന്റെ കിരീടം, അതിലൊരു പീലി, നനുനനുത്ത കൂന്തലുകൾ, താമരദളത്തെ നാണിപ്പിക്കുന്ന കണ്ണുകൾ, മുഖാരവിന്ദം, മുഖമാകുന്ന വിടർന്ന താമര, അദ്ദേഹത്തിൻ്റെ കാതിലുള്ള മകരമത്സ്യങ്ങളുടെ രൂപത്തിലുള്ള കുണ്ടലങ്ങൾ. ആ കുണ്ടലങ്ങൾക്ക് പ്രഭ കൊടുക്കുന്നത് കവിളിൽ നിന്നുയരുന്ന ശോഭയാണ്. അല്ലാതെ നമ്മളെപ്പോലെ കാതൊക്കെ കുത്തി നമ്മൾ ആടയാഭരണങ്ങൾ പിന്നെ എന്താ പറയുക ധരിക്കുന്നത് നമ്മളെ സൗന്ദര്യം കൂട്ടാനാണ്. പക്ഷെ ഭഗവാന്റെ കർണകുണ്ടലങ്ങൾക്ക് സൗന്ദര്യം ഭഗവാന്റെ കവിളിൽ നിന്നാണ് കിട്ടുന്നത്. അതാണ് അങ്ങനെ ഇരിക്കുന്ന ആ പിന്നെ എന്താ പറഞ്ഞത്, ബ്രഹ്മസൗന്ദര്യം ഇത്രയും സാധാരണക്കാരായിട്ടുള്ളവർക്ക് എങ്ങനെയാണ് ആസ്വദിക്കാൻ പറ്റുക ഈ പൂർണ്ണാവതാരം ഇല്ലെങ്കിൽ എന്നാണ് ചോദിച്ചതിൻ്റെ അർത്ഥം. അത് കഴിഞ്ഞിട്ട് 35-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഇന്ദ്രിയങ്ങളിൽ മിന്നീടും വിജ്ഞാനശകലങ്ങളാൽ. ഇന്ദ്രിയങ്ങളിൽ കണ്ണില്, കാതില്, രസാനുഭൂതിയുള്ള നാവില്, ത്വക്കില് ഒക്കെ, ബുദ്ധിയിൽ, അന്ധകരണ വൃത്തിയിൽ, ഇന്ദ്രിയങ്ങളിൽ മിന്നീടും വിജ്ഞാനശകലങ്ങളാൽ ഉള്ളിൽ അമ്മട്ടിലൊന്നുണ്ടെന്നോ ഒത്തിടാം അത്രമാത്രമാം. എന്തൊക്കെ ബുദ്ധിയിൽ അങ്ങ് പ്രചോദിപ്പിക്കുന്നുണ്ടോ അതുകൊണ്ട് നമുക്ക് മനസ്സിലാവാൻ പറ്റൂ. ഭഗവാൻ പ്രചോദിപ്പിച്ചാൽ മാത്രമേ ഭഗവാനെ അറിയാൻ പറ്റുള്ളൂ. ആത്മാവിനാൽ ആത്മാവിനെ കാണാമെന്ന് പറഞ്ഞ പോലെ ഉള്ളിൽ അമ്മട്ടിലൊന്നുണ്ടെന്നോർത്തിയിട് നോക്കെ. അവരവരുടെ ഉള്ളിൽ ഈ ചൈതന്യം ഉണ്ട് എന്നുള്ള ഓർമ്മയില്ലാതെ കണ്ട് 5.5 അടി ഉയരമുള്ള ആളെ 6 അടി ഉയരത്തിൽ കുതികാല് പൊന്തിച്ചിട്ട് അല്ലെങ്കിൽ നെരിയാണി പൊന്തിച്ചിട്ട് തള്ളവിരലിൻ്റെ മുനയിൽ നിന്നിട്ട് എത്തി ഒലഞ്ഞ് നോക്കിയാലും ഒന്നും കാണാനില്ല ഒരു ക്ഷേത്രത്തിലും. ഐ ആം സോറി ടു ടെൽ യു ലൈക്ക് ദാറ്റ്. അവരവരുടെ ഹൃദയകമലത്തിലുള്ള ചൈതന്യത്തിനെ ഇന്ദ്രിയങ്ങളിൽ മിന്നീടും വിജ്ഞാനശകലങ്ങളാൽ
ആ വിജ്ഞാനശകലങ്ങളാൽ വിശേഷപ്പെട്ട ജ്ഞാനത്തിന് ഉടമയായിട്ടിരിക്കുമ്പോൾ ഉള്ളിൽ ഒത്തിടാം അത്രമാത്രമാം. വേറൊന്നുമില്ല. ദർ ഇസ് നോ അതർ വേ. എൻ്റെ ഹൃദയകമലത്തിൽ എൻ്റെ ചിദാനന്ദ ഗുഹയിൽ വസിക്കുന്ന ബാലാഗ്രശതവാകസ് വിസ്തരസ് ഏകോ ജീവ എന്ന പ്രമാണത്തിന് ഉടയവനായിരിക്കുന്ന ആ പരമ്പൊരുള് എൻ്റെ ഇന്ദ്രിയങ്ങളിൽ മിന്നിച്ചുകൊണ്ടിരിക്കുന്ന വിജ്ഞാനശകലങ്ങളാൽ കൊണ്ട് എൻ്റെ ഉള്ളിൽ സദാസമയവും എന്താണ് പറയുക, തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ചൈതന്യത്തെ അറിയുന്നത് എത്രത്തോളം ഉണ്ട് അത്രമാത്രം. വേറൊരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് വാസ്തവം. ഈ വാസ്തവത്തെ വിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ശാസ്ത്രാഭ്യാസം സദാചാരം. ശാസ്ത്രങ്ങൾ എന്താണെന്നുള്ളത് അഭ്യസിക്കാണ്ട് നിവർത്തിയില്ല. എന്താണ് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്, അതിൻ്റെ അർത്ഥതലങ്ങൾ നമ്മൾക്കറിയണം. ശാസ്ത്രാഭ്യാസം സദാചാരം മുതലായവയേതിനും തൊടാൻ വയ്യാതെ മിന്നും നിന്നാമരൂപവും ആവിധം. അതായത് 32ാമത്തെ ശ്ലോകത്തിൽ പറയുണ്ടായി, ഇക്കാണും വിശ്വവൃക്ഷത്തിന് വിത്തും വേരും ഫലം രസം ഇലയും തളിരും നീയല്ലാതൊന്നല്ല മഹാപ്രഭോ എന്ന് പറയണ്ടായി. അതുകൊണ്ടാണ് പറഞ്ഞത് എന്താ ശാസ്ത്രാഭ്യാസം സദാചാരം മുതലായവ ഏതിനും തൊടാൻ വയ്യാതെ മിന്നും നിന്നാമരൂപവും ആവിധം. എന്നാൽ ശാസ്ത്രാഭ്യാസം ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ? പറ്റില്ല. ശാസ്ത്രാഭ്യാസം കൊണ്ട് മാത്രം പറ്റില്ല. ഈശ്വരകാരുണ്യം ഉണ്ടെങ്കിലേ ഈശ്വര ചൈതന്യത്തിനെ അറിയൂന്നാ പറയണത്. അപ്പോൾ ഇത് ഈ ഒരു ശ്ലോകത്തിൻ്റെ അർത്ഥം എടുത്തിട്ട് എന്നാൽ ഇനി എന്തിനാ ഞാൻ ശാസ്ത്രാഭ്യാസം ചെയ്യണത്, ഞാൻ എന്തിനാ സദാചാര തൽപരനാവണത് എന്ന് ചോദിക്കരുത്. ഇതെല്ലാം ഉണ്ടായാൽ കൂടി ഈശ്വര കാരുണ്യമാകുന്ന ഒരു സെർച്ച് ലൈറ്റ് ഉണ്ട്. ആ സെർച്ച് ലൈറ്റ് നമ്മൾക്ക് കാണാൻ സാധിച്ചാൽ ആ സെർച്ച് ലൈറ്റിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ലേ? ഈ സർക്കസിനൊക്കെ ഉണ്ട്. ഞാനൊക്കെ ആദ്യം 75-ലൊക്കെ ബോംബെയിൽ പോയ സമയത്ത് കൽവ സ്റ്റേഷൻ വിട്ടിട്ടുണ്ടെങ്കിൽ, കൽവ ജംഗ്ഷൻ ദീവ ജംഗ്ഷൻ വിട്ട പിന്നെ 5 കിലോമീറ്റർ ലൈറ്റൊന്നുമില്ല, ജനവാസം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ കാലത്തുള്ള സൊസൈറ്റീസൊന്നും ഉണ്ടായിരുന്നില്ല. 1-2 ചെറിയ ഗ്രാമങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ദോംബിവിലി സർക്കസ് വന്നാൽ അല്ലെങ്കിൽ താനേന്ന് അടിക്കണ സർക്കസിൻ്റെ സെർച്ച് ലൈറ്റ് കാണാൻ തന്നെ അന്നൊക്കെ വലിയ അത്ഭുതമായിരുന്നു. ഇപ്പം എനിക്ക് അത്ഭുതമില്ല. കാരണം എന്താ, ഏറ്റവും വലിയ സെർച്ച് ലൈറ്റ് എൻ്റെ ഉള്ളിലുള്ള ആത്മീയ ചൈതന്യത്തിനാണെന്ന് ഞാൻ ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ശാസ്ത്രാഭ്യാസം സദാചാരം മുതലായവ ഏതിനും തൊടാൻ വയ്യാതെ മിന്നും നിന്നാമരൂപവും ആവിധം. എന്നാലും കീർത്തനധ്യാനശീലമാം ഭക്തമാനസം. വളരെ സ്പഷ്ടമായിട്ട് പറയണ്ടായി. എന്നാലും കീർത്തനധ്യാനശീലമാം. കീർത്തനം മാത്രം പോരാ, ധ്യാനിക്കണം. ഓരോ തരി മണ്ണിലും ഭഗവാൻ ചൈതന്യവത്തായിട്ടുണ്ട്. ഉണങ്ങിയ ഇലകളിലും ഉണങ്ങാത്ത ഇലകളിലും ഭഗവാനുണ്ട്. കയ്ക്കുന്ന മാങ്ങയിലും മധുരിക്കുന്ന മാങ്ങയിലും ഈ കയ്പായിട്ടും മധുരമായിട്ടും ഇരിക്കുന്നത് ഈശ്വര ചൈതന്യമാണ്. കറുത്തവരിലും വെളുത്തവരിലും ചൈതന്യമുണ്ട്. നീണ്ടവരിലും കുറുകിയവരിലും ചൈതന്യമുണ്ട്. പഠിച്ചവരിലും പഠിക്കാത്തവരിലും ചൈതന്യമുണ്ട്. ഉള്ളവരിലും ഇല്ലാത്തവരിലും ചൈതന്യമുണ്ട്. ഇങ്ങനെ ഏത് തലത്തിൽ നോക്കിയാലും സർവത്ര കാണുന്നതെല്ലാം ചൈതന്യവത്തായിട്ടുള്ള പരബ്രഹ്മമാണ് എന്ന് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നെ വേറെ വ്യഥകൾ ഉണ്ടാവാൻ ഉണ്ടാവില്ല. അപ്പോൾ എന്നാലും കീർത്തന ധ്യാനശീലമാം ഭക്തമാനസം. അപ്പോൾ ഭക്തമാനസം അളന്നു നോക്കാൻ നമ്മുടെ അടുത്തൊരു പാരാമീറ്റർ ഭഗവാൻ തന്നു. എന്താണ്? കീർത്തന ധ്യാനശീലമാം. അപ്പോൾ കീർത്തനങ്ങളും ധ്യാനവും ശീലിച്ചിട്ടില്ലെങ്കിൽ ഭഗവാനെ അറിയാൻ പറ്റില്ല. അപ്പോൾ ഭക്തമാനസം അത് ആസ്വദിപ്പൂ. ഏതിനെ? ആ ചൈതന്യത്തിനെ ആസ്വദിപ്പൂ.
സൗന്ദര്യമാധുര്യാദി നിറഞ്ഞതായി. ഈ ചൈതന്യം എങ്ങനെയുള്ളതാണ്? സൗന്ദര്യ, ഇവിടെ പറയുണ്ടായില്ലോ, സച്ചിദാനന്ദകന്ധമേ 31ാമത്തെ ശ്ലോകത്തില് സത്യത്വം നൽകി മിന്നേടും സച്ചിദാനന്ദകന്ധമേ. ആ സച്ചിദാനന്ദകന്ധത്തിനെ ആണ് പറഞ്ഞത്, അത് ആസ്വദിപ്പൂ സൗന്ദര്യമാധുര്യാദി നിറഞ്ഞതായി. പിന്നെ പറയണു, നിൻ മനോഹര രൂപത്തിൻ മായാബുദ്ധി അണയ്ക്കുകിൽ, നിൻ മനോഹര രൂപത്തിൻ മായാബുദ്ധി അണയ്ക്കുകിൽ. മായയെ മാറ്റി നിർത്തിയാൽ മാത്രമേ നമ്മൾക്ക് എന്തിനു പറ്റുള്ളൂ? ഈശ്വര ചൈതന്യത്തിന് ആസ് ഇറ്റ് ഈസ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ മായയുടെ പ്രലോഭനങ്ങളിൽ കുടുങ്ങാതെ കണ്ട് ആ പരമാത്മ ചൈതന്യത്തിൻ്റെ പാതാരവിന്ദങ്ങളിൽ മാത്രം നമ്മുടെ ശിരസ്സനായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഭഗവാൻ മായയെ മാറ്റി നിർത്തി തരും. നമ്മളെ കൊണ്ട് സാധിക്കില്ല, ഭഗവാന് സാധിക്കും. ആരാണ് ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ഹൃദയ ഗുഹയിൽ വെച്ച് ആരാധിക്കുന്നത്, അവർക്ക് ഭഗവാൻ ഒരു ഉപകാരം ചെയ്യും. അവിടെ പോണ്ട, അവിടെ മായോട് പറയും ഇന്ന ആളുടെ അടുത്ത് പോണ്ട കേട്ടോ. എങ്ങനെ? ശ്രീകൃഷ്ണ കഥാമൃതം പറയണവരടുത്തും ശ്രീകൃഷ്ണ കഥാമൃതം ശരിക്ക് മനസ്സിൽ കേട്ട് അലിഞ്ഞ് ധ്യാനം ശീലിച്ചിട്ടുള്ളവരൊക്കെ അടുത്ത് പോണ്ടെന്ന് പറയും. അതാണ്. ഇപ്പം നല്ല മഴയാണ്, മഴ വരുന്നതിൻ്റെ മുമ്പേ പറയണമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ എൻ്റെ വിചാരധാരണകൾക്ക് പരിമിതികളുണ്ട്, ഈശ്വരനതില്ല. അപ്പോൾ ഈശ്വരൻ എത്രത്തോളം മഴ പെയ്യിപ്പിക്കണോ അത്രത്തോളം സാധിക്കുന്ന പോലെ ഞാൻ കുറച്ച് ശബ്ദം ഉയർത്തും. ശബ്ദം അടയണ വരെ ഞാൻ സംസാരിക്കും. അത് കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡെന്ന് പറഞ്ഞ് ഞാൻ നിർത്തും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? നിൻ മനോഹര രൂപത്തിൻ മായാ ബുദ്ധി അണയ്ക്കുകിൽ പ്രേമം എമ്മട്ടുതിച്ചിടും അരവിന്ദലോചന. അരവിന്ദലോചന ഏ താമരാക്ഷ. പ്രേമ അങ്ങയോട് പ്രേമം എമ്മട്ടുതിച്ചിടും അരവിന്ദലോചന. എങ്ങനെയാണ് മായയെ മാറ്റാതെ കണ്ട്, അങ്ങ് മായയെ മാറ്റാൻ സഹായിക്കാതെ കണ്ട് ഞാൻ എങ്ങനെയാണ് അങ്ങയ്ക്ക് അധീനനാവുക? ഇതാണ് ചോദ്യം. മുക്തനെന്നോർത്ത് നിൻ പാദം ആശ്രയിക്കാകിൽ ഏവനും. ഞാൻ മുക്തനാണ് എന്ന് വിചാരിച്ചിട്ട് ആരാണ് അങ്ങയുടെ പാതാരബിന്ദങ്ങളെ സ്മരിക്കാതെ കണ്ടിരിക്കുന്നത്? ആശ്രയിക്കായിൽ ഏവനും വീഴും വാദവിവാദത്തിൽ. അങ്ങനെയുള്ളവൻ അഗാധമായ ഗർഭങ്ങളിൽ പോയി വീഴും. എത്രത്തോളം ഞാൻ മുക്തനാണോ അത്രത്തോളം ഞാൻ ഭഗവത് പാതാരവിന്ദത്തിൽ അള്ളിപ്പിടിച്ചുകൊണ്ടിരിക്കണം. അതാണ്, കൈവിട്ട താഴെ വീഴും. അപ്പോൾ ഭഗവാന്റെ പാതാരങ്ങളെ സുസ്ഥിരമായി ഹൃദയകമലത്തിൽ വെച്ച് ആരാധിക്കുന്ന ഒരാൾക്ക് പ്രശ്നമില്ല. ഇതിലൊരു 4-5 ശ്ലോകങ്ങളും കൂടി ഉണ്ട്. അത് കഴിയുമെന്ന് എനിക്ക് പറയാൻ വയ്യ. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് മഴ പെയ്യണത്. മഴ കഴിഞ്ഞാൽ എനിക്ക് ഈ റൂമിൽ നിന്ന് വീട്ടിലേക്ക് എത്താൻ നിവർത്തിയില്ല. ഈ ഒരു റൂം എനിക്ക് എൻട്രൻസ് പുറത്തു കൂടെയാണ്, മഴ പെയ്യുന്നുമുണ്ട്. അപ്പോൾ എൻ്റെ ശബ്ദം അടഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്ന് ഫോണിൽ നോണ്ടി കുടിച്ച് കിരിക്കും. അല്ലാതെ ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ? മുക്തനെന്നോർത്ത് നിൻ പാദമാശ്രയിക്കാകിലേവനും വീഴും വാദവിവാദത്തിൽ മാത്രം ബുദ്ധി പതിക്കയാൽ. അതായത് വാദവിവാദങ്ങളിൽ മാത്രം മനസ്സുള്ളവൻ എങ്ങനെയാണ് ഈശ്വരപാദാരവിന്ദങ്ങളെ ലയനം പ്രാപിക്കാൻ സാധിക്കുക? നിൻ തൃപാദത്തിൽ വീഴ്വോനെ വീഴ്ത്തില്ല ഏതേതു ദുഃഖവും. ഇറ്റ് ഈസ് ആൻ അൺകണ്ടീഷണൽ പ്രിഡിക്ഷൻ. അൺകണ്ടീഷണൽ പ്രിഡിക്ഷൻ ആണ്. എന്താ? നിൻ തൃപ്പാദത്തിൽ വീഴ്വോനെ വീഴ്ത്തില്ല ഏതേതു ദുഃഖവും. താമര ഇലയിൽ വെള്ളം വീണാൽ ആ ജലഗണത്തെ ജലാശയത്തിൽ വിടുന്നല്ലാണ്ട് താമരയില അത് സ്വീകരിക്കില്ല. അപ്പോൾ അത് ഏറെക്കുറെ ഈ ഫോട്ടോ ലാമിനേറ്റ് ചെയ്യണ പോലെയാണ്. ലാമിനേറ്റ് ചെയ്ത ഫോട്ടോയിൽ തുടയ്ക്കാൻ എളുപ്പമാണ്. ലാമിനേറ്റ് ചെയ്യാത്ത ഫോട്ടോയിൽ പൂപ്പൽ വരും, ഫോട്ടോ വൈകൃതമാവും. അപ്പോൾ നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല.
അപ്പോൾ ഒരു ലാമിനേഷൻ വേണം. ആ ലാമിനേഷൻ എന്താണെന്ന് അറിയണം. ഭക്തിയാകുന്ന ലാമിനേഷനാൽ പൊതിഞ്ഞതാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. നേരെ മറിച്ച് ലൗകിക വാസനകളാകുന്ന ലാമിനേഷനാണെങ്കിൽ ഭഗവത്പാദാരവിന്ദങ്ങൾ നമുക്ക് കാണാൻ പറ്റില്ല. നിൻ തൃപ്പാദത്തിൽ വീഴുവോനെ വീഴ്ത്തില്ല ഏതേതു ദുഃഖവും, അവനതെല്ലാം പൊൻകോണിപ്പടവാം മോളിലേറുവാൻ. ഈ ദുഃഖങ്ങളെ നമ്മൾ എന്താക്കണം? ഭഗവാന്റെ പാദാരവിന്ദത്തിലേക്ക് കയറി പോവാനുള്ള സ്വർണ്ണ ചവിട്ടുപടികളാണ് എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. ദുഃഖങ്ങളെ കൊണ്ട് ഞാൻ താഴേക്കല്ല പതിക്കേണ്ടത്. ദുഃഖങ്ങളാകുന്ന സ്വർണ്ണപ്പടികളെ കൊണ്ട് ആനന്ദമാകുന്ന ഭഗവത് പാദാരവിന്ദത്തിലേക്ക് എനിക്ക് എത്താൻ സാധിക്കണം. വളരെ എനിക്ക് അറിയണില്ല ഞാൻ എന്താ പറഞ്ഞതുള്ളത്. അതായത് ആനന്ദം, പരമാനന്ദം, സച്ചിദാനന്ദം, ചിന്മയാനന്ദം, ആ അവസ്ഥയിലേക്കുള്ള ചവിട്ടുപടികളാണ് ദുഃഖങ്ങൾ. ആ ദുഃഖങ്ങളെ നിരാകരിക്കാതെ കണ്ട് എൻ്റെ കർമ്മത്തിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള ഫലങ്ങളാകുന്ന ദുഃഖങ്ങളെ ഞാൻ എന്ത് ചെയ്യണം? സാന്ത്വനം ചെയ്ത് അത് ഈ ഈശ്വര സേവയാകുന്ന പരമധാമത്തിലേക്കുള്ള ചവിട്ടുപടികളാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അവനതെല്ലാം പൊൻകോണി പടവാം മോളിലേറുവാൻ മഹൽപാദങ്ങളാൽ തേഞ്ഞ ഭക്തിമാർഗത്തിലൂടവേ നടക്കുന്ന വഴി വളരെ സുലളിതമായി തീർന്നു. കാരണം എന്താ? നമ്മുടെ പൂർവികരെ ചവിട്ടിക്കേറിയിട്ട് തേമാനം ഭവിച്ചിട്ടുള്ള വഴിയാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? എത്രയോ ആൾക്കാർ ഭക്തന്മാർ നടന്നു പോയിട്ടുണ്ട്. ഞാൻ ഇടിഞ്ഞു പൊളിഞ്ഞ അമ്പലങ്ങളിലും എല്ലാം പൂജ ഇല്ലാത്ത സമയത്തും കയറി ഇറങ്ങി ഫോട്ടോ ഇടുന്നത് എന്തുകൊണ്ടാണ്? പൂർവ്വ ഋഷീശ്വരന്മാര്, അതായത് നമ്മുടെ പൂർവികരെ നടന്നു കയറിയിട്ടുള്ള സവിധങ്ങളിൽ കൂടി ഞാനും നടക്കുക. ആ പാദധൂളി എന്നിലും പറ്റട്ടെ. അല്ലാണ്ട് ആ ക്ഷേത്രത്തിന് എത്ര ആസ്തി ഉണ്ട്, ആ ക്ഷേത്രത്തിൽ എത്രത്തോളം ശത്രു മുട്ട് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലിയുണ്ടോ, ഇതൊന്നും എനിക്ക് ബാധകല്ല. അപ്പൊ മഹൽപാദങ്ങളാൽ തേഞ്ഞ ഭക്തിമാർഗത്തിലൂടവേ നടപ്പോൻ നിറയച്ചാല നടപ്പോൻ ചാലായി കാൺമൂ സംസാരസാഗരം ഒരു ചാലായിട്ട്, ഒരു വെള്ളം ഒലിക്കുന്ന ഒരു ചാലായാൽ നമുക്കതിനെ തരണം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. നേരെ മറിച്ച് അത് വലിയൊരു സമുദ്രമാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കടക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മഹൽപാദങ്ങളാൽ തേഞ്ഞ ഭക്തിമാർഗത്തിലൂടവേ നടപ്പോൻ നിറച്ചാലായി കാണൂ സംസാരസാഗരം വെറും സങ്കല്പപാത്രത്താൽ എന്തിനും മതിയാം പ്രഭോ. സങ്കല്പമാത്രം കൊണ്ട് തന്നെ നമ്മൾക്ക് ദുഃഖങ്ങളെ ഒഴിവാക്കി എന്ത് ചെയ്യാം? ഈശ്വര പാദാരവിന്ദത്തിൽ എത്തി ആനന്ദം അനുഭവിക്കാം എന്ന് സങ്കല്പിച്ചാൽ മതി. അവിടേക്ക് എത്താം. നമുക്ക് സങ്കല്പം ഇല്ലാണ്ട് ഒരു കാര്യം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ദുഃഖത്തിൽ ആടുന്നത് എന്താ? ഇല്ലാത്ത ദുഃഖത്തെ മനസ്സിൽ കയറ്റി നിർത്തുമ്പോഴാണ്. അതല്ലേ ശരി? ഇല്ല, നാളെ എന്താകുന്നുള്ളത് ഇന്നത്തെ വർത്തമാനത്തിൽ എന്തെല്ലാം കൊണ്ടുവരുന്നത്? ഇന്നത്തെ വർത്തമാനം നന്നായാൽ നാളത്തെ വർത്തമാനം നന്നാവുന്നുള്ളത് ഉറപ്പാണല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് വെറും സങ്കല്പമാത്രത്താൽ എന്തിനും മതിയാം പ്രഭോ. പിറപ്പൂ മണ്ണിൽ നീ ഞങ്ങൾക്ക് വാസിപ്പതിന് വിധം. ഭഗവാൻ അവതാരമെടുക്കുന്നത് പല സജ്ജനങ്ങൾക്കും അതാത് കാലത്തിൽ ഈശ്വരനെ കുറെ കൂടി സമീപിക്കാനുള്ള എളുപ്പം കൊണ്ടും നിത്യ ഉപാധികളാൽ അർച്ചനാദികൾ ചെയ്ത് നമസ്കരിച്ച് പ്രദക്ഷിണം ചെയ്ത് ഈശ്വരാരാധനയുടെ മാറ്റ് കൂട്ടാനും സാധിക്കാനാണ്. അതാത് യുഗങ്ങളിൽ ഭഗവാൻ പല പല അവതാരങ്ങളാണ് എടുക്കുന്നത് അല്ലേ. അപ്പം ഒരു ദ്വാപര യുഗത്തിലുള്ള ആളെ അല്ലെങ്കിൽ കലിയുഗത്തിലുള്ള ആളെ കൃതയുഗത്തിൽ അവതാരം നടന്നു പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഇപ്പോൾ കലിയുഗത്തിൽ
ഒരു നാരായണ ഗുരു, അല്ലെങ്കിൽ ഒരു ശങ്കരാചാര്യർ, അല്ലെങ്കിൽ ഒരു രമണ മഹർഷി, ചട്ടമ്പി സ്വാമികള്, അമൃതാനന്ദമയി ദേവി, ഇങ്ങനെ പലവരും ഈശ്വരന്റെ രൂപങ്ങളാണ്. ഞാനും നിങ്ങളും ഈശ്വരന്റെ രൂപങ്ങളാണ് എന്നുകൂടി മനസ്സിലാക്കിയാത്ത സ്ഥിതി എന്താ? അതുകൊണ്ടാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് ഉപാസിപ്പതിന് ഈ വിധം വിശേഷ, വിശ്വത്തിന്റെ ഈശ്വനായിരിക്കുന്നവനെ വിശേഷ നിന്നിൽ അർപ്പിക്കും വിചാരാദികൾ മാത്രമാം. അങ്ങയെ ഞാനിതാ അർച്ചിക്കുന്നു, ഞാനിതാ നമസ്കരിക്കുന്നു, ഞാനിതാ ആലിംഗനം ചെയ്യണു, ഞാനിതാ പ്രദക്ഷിണം ചെയ്യണു, ഞാനിതാ ദണ്ഡ നമസ്കാരം ചെയ്യണു, അങ്ങയുടെ പ്രസാദം കഴിക്കണു എന്നൊക്കെ നമ്മൾ മനസ്സിലിങ്ങനെ സങ്കല്പിച്ചാൽ തന്നെ ആ മനസ്സ് ഒരു സുദർശന ചക്രമായി തീർന്നാൽ വയ്യാവേലികളാകുന്ന ആസുരീയ സമ്പത്തുകള് നമ്മളെ ബാധിക്കില്ല. കാരണം സുദർശനം അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് വിശേഷ നിന്നിൽ അർപ്പിക്കും വിചാരാദികൾ മാത്രമാം തെറ്റാതെ എന്നും സബലമായി കണ്ടു മോദിപ്പൂ ബുദ്ധിമാൻ. അപ്പോ ഭഗവത് പാതാരവിന്ദങ്ങളിൽ അടിയുറച്ച ഭക്തി ഉണ്ടാവണമെങ്കിൽ സദ്ബുദ്ധി നിറഞ്ഞ ഒരു ഹൃദയം നമുക്കുണ്ടായിരിക്കണം. സദ്ബുദ്ധി. ഈ മട്ട് അമ്പോടു നാൻമുഖൻ വരദനെ കൈകൂപ്പി വാഴ്ത്തി. എങ്ങനെ? ഈ മട്ട്, ഈ മേലിൽ പറഞ്ഞ പോലെ നാൻമുഖൻ ബ്രഹ്മാവ് വരദനെ, വരം തരാൻ കഴിവുള്ള ആ മഹാവിഷ്ണുവിനെ കൈകൂപ്പി വാഴ്ത്തി സ്തുതിച്ച് ഓമൽ പൂങ്കുഴൽ വെച്ച് പൊൻതളിക കിളുക്കിക്കൊണ്ടു തന്മേനിയിൽ പ്രേമ പുഞ്ചിരി തൂങ്ങി. അങ്ങനെ ഭഗവാന്റെ പുഞ്ചിരി എങ്ങനെയാ? പ്രേമ പുഞ്ചിരി തൂകി ഇങ്ങനെ പരബ്രഹ്മം കളിച്ചിടും ആ ഭൂമിക്കുള്ളൊരു ഭാഗ്യമോർത്ത്. അതായത് ഈ ഭൂമിയിൽ നമ്മളൊക്കെ നിവസിക്കുന്നില്ലല്ലോ, നമ്മളൊക്കെ ഭാഗ്യവാന്മാരാ. കാരണം എന്താ? എന്തിലും ഏതിലും ഭഗവാനെ കാണാൻ പഠിപ്പിക്കുന്ന ഈ സ്തോത്രസ്തുതികളാൽ ധന്യമായിരിക്കുന്ന മനുഷ്യജന്മം ദുഃഖിക്കാനുള്ളതല്ല, ആനന്ദിക്കാനുള്ളതാണ്. ഇനിയൊരു ജന്മത്തിന് വഴിവെക്കാതെ കണ്ട് നമ്മൾക്ക് എന്ത് വേണം? ഭഗവാന്റെ പാതാരവിന്ദത്തിൽ ലയനം പ്രാപിക്കാൻ സാധിക്കണം. അപ്പോ പ്രേമ പുഞ്ചിരി തൂകി അങ്ങനെ പരബ്രഹ്മം കളിച്ചിടും ആ ഭൂമിക്ക് ഉള്ളൊരു ഭാഗ്യമോർത്തു മഹിതാനന്ദം മടങ്ങിയിടിനാൻ. ആനന്ദപരവശന്മാരായിട്ട് ദേവന്മാര് കംസന്റെ കാരാഗ്രഹത്തിൽ ചതുർബാഹുവായി കണ്ട ആ പരമാത്മാവിനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് ആ ആനന്ദമൂർത്തിയെ മനസ്സിൽ എടുത്തു വെച്ച് അല്ലേ കൊണ്ടുപോയി. അപ്പോഴും അവിടെ ഉണ്ട്, പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമെടുത്താലും പൂർണ്ണം അവശേഷിക്കുന്നു എന്നുള്ളത്. ബ്രഹ്മാവല്ല, എത്ര ബ്രഹ്മാവ് എടുത്തു കൊണ്ടുപോയാലും പിന്നെയും ബ്രഹ്മം അവിടെ ഉണ്ട്. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശിനി ലീലാകാണ്ഡേ ചതുർത്ഥ സർഗ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാളെ കാണാം.